ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ എൻ്റെ അടുക്കളത്തോട്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല പച്ചക്കറി വളരെ എളുപ്പം കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് സമയം മെനക്കെട്ടാൽ മാത്രം മതി. ഇത് കണ്ടില്ലേ, നല്ല പച്ച നീളൻ വഴുതനേൻ്റെ തൈകളാണ്. അത് ഞാൻ കുറച്ച് അധികം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ അല്ലേ വെണ്ട നല്ല കാളക്കൊമ്പൻ വെണ്ട, നാടൻ വെണ്ടേൻ്റെ വിത്ത് മുളപ്പിച്ചതാണ്. വരിക്ക മുളച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇതും ഇത് വഴുതനയാണ് കേട്ടോ. നേരത്തെ കാണിച്ചു തന്ന അതുപോലെ തന്നെ വേറെ കുറച്ച് വഴുതന തൈകളാണ്. അപ്പോൾ നല്ല വെളുത്ത നീളമുള്ള കായുടെ തൈകളാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഫാമിൽ നിന്ന് വാങ്ങിയ തൈയാണ്. പിന്നെ ഈ തുരുതുര മുളച്ച് കിടക്കുന്നതുണ്ടല്ലോ, നല്ല വയലറ്റ് ഉണ്ട വഴുതനങ്ങേൻ്റെ വിത്താണ്. ഞാൻ കഴുകി ചിന്തിയെന്ന് മുളച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ തക്കാളി, ചുവന്ന ചീര, അതാണ്ടല്ലേ ഒക്കെ മുളച്ച് നല്ലോണം ആട്ടുംകാട്ടം മാത്രം കേട്ടോ ഇതിനൊക്കെ വളർത്തത്. ഇതാണ് എൻ്റെ ചിരങ്ങ കേട്ടോ. നല്ല നീളമുള്ള ചിരങ്ങേൻ്റെ വിത്താണ് ഞാൻ വാങ്ങി നട്ടത്. ഫാമിൽ നിന്ന് വിത്തുകൾ വാങ്ങിയിട്ട് തടെടുത്തിട്ട് ആട്ടുംകാട്ടം വളമിട്ട് നട്ടതാണ്. ഇത് നമ്മളെ കാന്താരി മുളക് കേട്ടോ. ഇത് പടുവളം മുളച്ചതാണ്. പിന്നെ എന്താ കയ്പ, വെള്ള നീണ്ട കയ്പേൻ്റെ വിത്താണ് കേട്ടോ നട്ടത്. അത് 2 തടം കയ്പ ഞാൻ നട്ടിട്ടുണ്ട്. നാട്ടിലേക്ക് കയറ്റണം. പിന്നെ അമരപ്പയറിൻ്റെ 2 തടം അമരപ്പയർ എനിക്കുണ്ട്. അപ്പോൾ അതൊന്ന് പടർന്ന് പൊന്തിയിട്ട് വേണം പന്തലൊക്കെ ഇട്ട് കൊടുക്കണം. നല്ല കായ്കളുണ്ടാവും. അമരത്തടത്തിൽ തവള കളരയുന്നൊരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ട്. അതുപോലെ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആട്ടും കാഷ്ടം തന്നെയാണ് വളവും കൊടുത്തത്. പിന്നെ നിത്യവൈതനങ്ങയുടെ വിത്ത് മുളച്ചതാണ് ഈ പടർന്ന് കയറുന്നത്. നിത്യവൈതനങ്ങ എന്നും കായ ഉണ്ടാകും എന്നാണ് പറയുക. പിന്നെ ചെറിയ മുളക് പോലത്തെ കായകളായിരിക്കും, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും. നാടൻ സാധനമാണ്, നല്ലതാണ്. അതിൻ്റെ മുരട്ട് ഞാൻ മത്തൻ്റെ വിത്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ അത് പറമ്പിൽ അങ്ങോട്ട് പടർത്തുകയും ചെയ്യാം. ഈ അമരയും നിത്യവൈദ്യനെയൊക്കെ പടർത്തി പന്തലും ഇട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇത് കണ്ടില്ലേ, വേറെ ഒരു ഒറ്റത്തടം മത്തനുണ്ട്. നല്ല ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലേ, കാണാൻ തന്നെ എന്തൊരു ഭംഗി. മത്തൻ കായനായിട്ട് ഇഷ്ടമെല്ലാവർക്കും ഇലേൻ്റെ ഉപ്പേരിയാണ് ഇവിടെ. പിന്നെ എൻ്റെ പച്ചച്ചീര കണ്ടല്ലേ, ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട്. നല്ല ചീര, നല്ല ടേസ്റ്റാണ് കേട്ടത്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ മുളകും വിത്തും പാവിയിട്ടുണ്ട്, മുളക് തൈയും ഉണ്ട്. ഇതാണ് ചീരച്ചേമ്പ് എന്ന് പറയും ഇവിടേക്ക്. ഇതിൻ്റെ ഇലയും തണ്ടും ചെറുന്നനെ അരിഞ്ഞിട്ട് നമുക്ക് തേങ്ങയും പച്ചമുളകൊക്കെ ഇട്ട് തോരൻ വയ്ക്കാം. ഈ ചീരേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് അരിയുമ്പോഴും ചൊറിയില്ല, വേവിച്ച് കഴിക്കുമ്പോഴും ചൊറിയില്ല. ഇതിൻ്റെ ഈ തണ്ടിലെ പാട നീക്കം ചെയ്തിട്ട് നമുക്ക് ചെറുന്നനെ അരിഞ്ഞാൽ മാത്രം മതി. ഇതിൻ്റെ കിഴങ്ങും വിത്തൊന്നുമല്ല കഴിക്കുക, തണ്ടും ഇലയാണ്. ഇത് കണ്ടോ, നല്ല നാടൻ ചീരപ്പറങ്കി. ഇതൊന്നും ഞാൻ നട്ടതല്ല കേട്ടോ, ഇത് കിളികൾ കാഷ്ടിച്ചേന്ന് മുളച്ചതാണ്. പക്ഷേ നല്ലോണം വെള്ളവും വളവും കൊടുത്തപ്പം നല്ല ഇലച്ച് നിറയെ കായ്കളാണ്. അപ്പോൾ കാന്താരി മുളക് ധാരാളം കിട്ടും. കണ്ടില്ലേ, നല്ല കായ്കളുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഓരോ മരം മാറി മാറി ഞാൻ പറിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ കാന്താരി മുളകിന് ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഇല്ല, നല്ലോണം മുളകുണ്ട്. ഇല പറിച്ച് താളിക്കുകയും ചെയ്യും കേട്ടോ. ഈ മുളകിൻ്റെ ഇല പറിച്ച് താളിച്ചിട്ട് നമുക്ക് നല്ലൊരു ഇലക്കറിയാണ്, നല്ല ടേസ്റ്റാണ്. ഉള്ളിയൊക്കെ വാട്ടിയിട്ട് നമുക്ക് കഞ്ഞിവെള്ളത്തിൽ മുളക് ഇല താളിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കറിയാണ് കേട്ടോ. കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന. ഇത് കണ്ടില്ലേ, കുഞ്ഞി മുളകുള്ള, ഇതാണ് ഒറിജിനൽ കാന്താരി എന്ന് അമ്മ പറയുന്നത്. ഇത് ചെറിയ പക്ഷേ ഭയങ്കര എരിവുമാണ്, അങ്ങനെ ഒരു തരം മുളക്. ഇത് ഒരു വർഷത്തിലധികമായിട്ട് സ്ഥിരമായിട്ട് കായ പറിക്കുന്ന മുളകുമരമാണ്. ഇപ്പോഴും കായ നല്ലോണം ഉണ്ട്, എത്ര പറിച്ചാലും തീരാത്തതടി കായ നല്ലോണം ഉണ്ടാവും. കാന്താരി മുളകിന് നമ്മൾ കുറച്ച് ഇനി വളം ഇട്ടിട്ടില്ലെങ്കിലും പറമ്പെന്ന് വളം വലിച്ചെടുത്താൽ അതുണ്ടാകും. നല്ല വെള്ളം കിട്ടിയാൽ മതി, വേനൽക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല മുളകുണ്ട്. ഇത് കണ്ടോ, പച്ചച്ചീര, വേലിച്ചീര എന്നൊക്കെ പറയും ചിലർ. ഇത് നല്ല ടേസ്റ്റാണ്, ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ചീര. അപ്പോൾ അതിൻ്റെ തണ്ടും ഇലയൊക്കെ പൊട്ടിച്ച് അരിഞ്ഞ് ചെറുന്നനെ തേങ്ങയും പച്ചമുളകും ചതച്ചിട്ട് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ ഇതിൻ്റെ പൊട്ടിക്കുന്നതിനനുസരിച്ച് വീണ്ടും പൊട്ടി തെഴുക്കും ഇത്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോഴത്തെ ഒരു വെള്ള മുളക് ഉണ്ടോ, ഇതിൽ നിറയെ വെള്ള മുളകാണ് ഉള്ളത്.
വെള്ള മുളകുണ്ട്, വേറൊരു മരമുണ്ട്, അതിലും ഉണ്ട് വെള്ളമുളക്. കണ്ടില്ലേ? വെള്ളമുളക് നല്ല നെയ്ച്ചോയൊന്നുമില്ല കേട്ടോ. ആ മുളകിന് നല്ല നല്ല മുളകാണ്. ഇത് വേറൊരു മുളക് മരേ പൊട്ടിപ്പോയി, അറിയാതെ പൊട്ടിപ്പോയി. അപ്പോൾ ഞാനതിന് വെള്ളം ഒഴിച്ച് ഉഷാറാക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് ടിഷ്യൂ കൾച്ചർ വാഴക്കന്നാണ്, കുടുംബശ്രീ വഴി കിട്ടിയതാണ് 3 കന്ന്. അപ്പോൾ ഞാനതും നട്ട് കിട്ടിയപ്പോൾ ചെറിയൊരു കവറിൽ കുഞ്ഞൊരു തൈയായിരുന്നേ. വാഴയാണോ തോന്നൂല. ഇപ്പോൾ ഇതിന് കുറച്ച് ഇലകളൊക്കെ വെച്ച് ഉഷാറായി വരുന്നുണ്ട്. അപ്പോൾ വലിയ വാഴയായിട്ട് റോബസ്റ്റ് വാഴയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള അടുക്കളത്തോട്ടമൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് പറയണേ. എൻ്റെ കൃഷിയിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അതിന് വേണ്ട നല്ല മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെങ്കിൽ എല്ലാവരും ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുമ്പോഴേക്ക് ബായ്.